വെൽക്കം ടു ബട്ടർഫ്ലൈസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പഴംപൊരിയാണ്. ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ ആകുമ്പോൾ ചക്കപ്പഴമൊക്കെ എല്ലാവർക്കും കിട്ടും. അപ്പോൾ ചക്കപ്പഴംപൊരി നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇരുപത് വരിക്ക ചക്കപ്പഴമാണ് എടുത്തിരിക്കുന്നത്. 5 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ വറുത്ത റവ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ജീരകം, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് വെള്ളം. ഇനി ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾ എടുക്കുന്ന ചക്കച്ചുള എത്രയാണോ അതനുസരിച്ചുള്ള പൊടിയും ഷുഗറും ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. എൻ്റെ ചക്കച്ചുളയ്ക്ക് നല്ല മധുരം ഉള്ളത് കൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഷുഗറേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതൊരു വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഏത്തക്ക ബോളിയൊക്കെ ഉണ്ടാക്കുന്ന ബാറ്റർ ഉണ്ടാക്കില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം വരാനായിട്ട്. ഇതിൽ റവയും കൂടെ ചേർക്കുന്നതുകൊണ്ട് മിക്സ് റെഡിയാക്കിയതിന് ശേഷം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനും കൂടെ വെക്കണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുക്കുക, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ബാറ്റർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചക്കപ്പഴം ഈ ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചൂടായ എണ്ണയിലേക്ക് കൈയൊന്നും പൊള്ളാതെ ശ്രദ്ധിച്ച് ഇട്ട് കൊടുക്കുക. ഒരു സൈഡ് ശകലം ഒന്ന് മുരിഞ്ഞു വന്ന് കഴിയുമ്പോഴത്തേക്കും അടുത്ത സൈഡും കൂടി മറിച്ചിട്ട് കൊടുക്കണം. അധികം നിറം ആകാനായിട്ട് വെക്കേണ്ട കാര്യമില്ല. ഏകദേശം ആയി വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. അന്നേരത്തേക്കിനും അതങ്ങ് റിമൂവ് ചെയ്തോണം. ഇപ്പോൾ നമ്മുടെ ചക്കപ്പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അതൊരു കിച്ചൺ ടിഷ്യൂലേക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ ഞാൻ അടുത്ത ബാച്ചും കൂടി ഇട്ടു. ഈ സെയിം മെത്തേഡ് തന്നെ നമ്മൾ വറുത്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചക്കപ്പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.